ഗതകാല ചരിത്രത്തിന്റെ തെളിവുകളാൽ സമ്പന്നമാണ് മുഴക്കുന്ന്. ദേശസ്നേഹത്തിന്റെ വിശ്വരൂപം പ്രാപിച്ച വീര പഴശ്ശിരാജയുടെ നാട്. കോട്ടയം തമ്പുരാക്കന്മാരാൽ രചിക്കപ്പെട്ട കഥകളിക്ക് ജന്മം നൽകിയ നാട്. പ്രസിദ്ധമായ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നാട്. 7 കിലോമീറ്റർ ദൂരത്തിൽ പശ്ചിമഘട്ട സാനുക്കളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന ആറളം പുഴ കിഴക്കതിരിടുന്ന പഞ്ചായത്ത്. നിയമ പോരാട്ടത്തിലൂടെ 136 ഏക്കർ ഭൂമി സ്വന്തമായുള്ള പഞ്ചായത്ത്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ പുഴയോരം. ഹരിത കേരള മിഷന്റെ പിറവിയോടെ അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് 2020 ജൂൺ 5 പഞ്ചായത്തിലെ 2-ാം വാർഡ് അയ്യപ്പൻകാവിൽ പുഴയോരത്തെ 4 ഏക്കർ സ്ഥലത്ത് 2300 മരങ്ങൾ നട്ട് ഉദ്ഘാടനം നടത്തി പച്ചത്തുരുത്ത് ആരംഭിച്ചു. 2020 ശ്രീ ബാബു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ പ്രസ്തുത സ്ഥലത്ത് വെച്ച് നടത്തിയ കൂടിയാലോചനയാണ് പച്ചത്തുരുത്ത് എന്ന ഭാവന സമ്പന്നവും ദീർഘവീക്ഷണവുമുള്ള പദ്ധതിക്ക് തിരിതെളിയുന്നത്. പച്ചത്തുരുത്തിന്റെ വ്യാപനത്തിന്റെ ഭാഗമായി 2022 ജൂൺ 7 കേരളത്തിന്റെ ആരാധ്യനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ പച്ചത്തുരുത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MV ഗോവിന്ദൻ, ഡോക്ടർ V ശിവദാസൻ MP, സണ്ണി ജോസഫ് MLA, ശ്രീമതി TN സീമ കൂടാതെ വൻ ജനാവലിയും പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്തു. 3 ഏക്കർ സ്ഥലത്തുകൂടി മരങ്ങൾ നട്ട് പച്ചത്തുരുത്ത് വികസനം നടത്തി. നിലവിൽ 7 ഏക്കർ പച്ചത്തുരുത്തുണ്ട്. പുഴയോരം സർവേ ചെയ്ത് സ്വന്തമാക്കാൻ ജൈവ വൈവിധ്യ ബോർഡിന്റെ 5 ലക്ഷം. ജൈവ വൈവിധ്യ സർവേക്കും ഡിജിറ്റൽ സൈൻ ബോർഡ് സ്ഥാപിക്കുന്നതിനും കൂടി 3 ലക്ഷം. ത്രിതല പഞ്ചായത്ത് സഹായത്തോടെ ഹാപ്പിനെസ് പാർക്ക് ഈ പച്ചത്തുരുത്തിൽ സ്ഥാപിക്കാൻ 12 ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തൈകൾ നട്ടതും വെള്ളം നനച്ച് സംരക്ഷിച്ചതും. പച്ചത്തുരുത്തിൽ ഹരിത കേരള മിഷന്റെ മേൽനോട്ടത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 വർഷമായി 7 ഏക്കർ സ്ഥലത്ത് 107 ഇനങ്ങളിലായി 3000 മരങ്ങൾ നട്ടുവളർത്തി പരിപാലിച്ചു വരുന്നുണ്ട്. ബാക്കി സ്ഥലത്ത് മുള ഗ്രാമമാക്കി മാറ്റാൻ പഞ്ചായത്ത് ആഗ്രഹിക്കുന്നു. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിലെ എടുത്തു പറയേണ്ട ഒന്ന് 136 ഏക്കർ പുഴയോര ഭൂമിയിൽ നടത്തിയ സസ്യവൈവിധ്യങ്ങളുടെ കണക്കെടുപ്പ് പൂർത്തിയാക്കി എന്നതാണ്. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് മരങ്ങളുടെയും കുറ്റിച്ചെടികളുടെയും വള്ളികളുടെയും കണക്കെടുപ്പ് നടത്തിയത്. 190 ഇനങ്ങളിലായി 27,200 മരങ്ങളും 9,520 കുറ്റിച്ചെടികളും 5,440 വള്ളികളും സർവേയിൽ കണ്ടെത്തി. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്നവയും വംശനാശം സംഭവിക്കുന്നതുമായ സസ്യവൈവിധ്യങ്ങൾ ഈ പുഴയോരത്തുണ്ട്. ജൈവ വൈവിധ്യ വിദഗ്ധൻ VC ബാലകൃഷ്ണൻ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺമാർ, ഇടത്തൊട്ടി ഡീപോൾ കോളേജ് NSS വിദ്യാർത്ഥികൾ എന്നിവർ സർവേ പൂർത്തിയാക്കാൻ സഹായിച്ചിട്ടുണ്ട്. കണ്ടെത്തിയ സസ്യവൈവിധ്യങ്ങൾ പുസ്തക രൂപത്തിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. പച്ചത്തുരുത്തിനോട് ചേർന്നുള്ള മലയോര ഹൈവേകളിൽ 5 സോളാറിൽ പ്രവർത്തിക്കുന്ന ബോർഡ് സ്ഥാപിക്കും. ഇതിൽ മൊബൈലിൽ സ്കാൻ ചെയ്താൽ സസ്യങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുന്ന QR കോഡും ഈ സസ്യം തുരുത്തിൽ എവിടെയാണ് എന്നറിയാൻ GPS-ഉമായും ബന്ധിപ്പിക്കും. പച്ചത്തുരുത്തിലെ ഈ പ്രവൃത്തികൾക്കും അതിർത്തിയിൽ ജൈവവേലി സ്ഥാപിക്കാനും മുഴക്കുന്ന് പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുണ്ട്. വിവിധ വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും പേരുകൾ അടയാളപ്പെടുത്തി പ്രദർശിപ്പിച്ചത് സന്ദർശകർക്കേറെ സഹായകരമാണ്. പുതുതായി നട്ട മരങ്ങൾ കാടിന്റെ ജൈവ വ്യവസ്ഥയ്ക്കൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്നു. വൈവിധ്യപൂർണമായ സസ്യസമ്പത്തും അപൂർവ ഇനങ്ങളിൽപ്പെട്ട ഔഷധ സസ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ പച്ചത്തുരുത്ത്.